നമസ്കാരം. CPM സംസ്ഥാന സർക്കാരും ഇപ്പോഴും തള്ളിപ്പറയുന്ന ആശാവർക്കർമാരുടെ സമരം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആശാവർക്കർമാർക്ക് സഹായകമാകുന്ന ചരിത്ര സമരമായി മാറുന്നു. എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്ന ആശാവർക്കർമാരുടെ വേതന വിഷയം രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം കൊണ്ട് സാധിച്ചു. SUCI എന്ന സംഘടനയ്ക്ക് കീഴിൽ തുടങ്ങിയ സമരം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് ഉയർത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ആശാവർക്കർമാർക്ക് പ്രതീക്ഷയായി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും. ആശാവർക്കർമാർക്കുള്ള ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആശമാർ താഴെത്തട്ടിൽ നടത്തുന്നത് നിർണായക സേവനമെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ ശുപാർശ നൽകിയത്. നിലവിൽ 5000 മുതൽ 9000 വരെയാണ് ആശാവർക്കർമാർക്ക് ധനസഹായം കിട്ടുന്നത്. ഇത് 2 നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്ന് പാർലമെന്ററി കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ആശമാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആരോഗ്യ പരിപാലനത്തിനും ധനസഹായം തികയുന്നില്ല. ആരോഗ്യ ഗവേഷണ രംഗത്തും ആശമാരെ പ്രയോജനപ്പെടുത്തണം. ഇതിന് അധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് നൽകണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. രാം ഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റിയുടേതാണ് ശുപാർശ. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രതിഷേധ പൊങ്കാലയിട്ട് സമരം ശക്തമാക്കിയാണ് ആശാവർക്കർമാർ. കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശമാരുടെ പ്രശ്നം വരാത്തതിന്റെ നിരാശയിലും അതൃപ്തിയിലുമാണ് സമരക്കാർ. ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലെ തർക്കം ഉടൻ തീർത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നതാണ് ആശമാരുടെ ആവശ്യം. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ നീക്കം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ സമരം ഉന്നയിക്കാത്തത് ദൗർഭാഗ്യകരമെന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ അതിൽ വ്യക്തത വരുത്തണമെന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടിയ നല്ല ഒരു അവസരമായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഉന്നയിച്ചില്ലെന്നറിയില്ല. മാധ്യമങ്ങളിൽ വന്ന അറിവ് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ളത്. എന്നാൽ കണക്കുകൾ സംബന്ധിച്ച് ജനങ്ങളിൽ പുകമറ സൃഷ്ടിക്കുകയാണ്. ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞത്. അതിനിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നലെയും സമരപന്തൽ സന്ദർശിച്ചു. രാഷ്ട്രീയമില്ലാതെ ആശമാരുടെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ന് പൊങ്കാലയിടുന്നതിനുള്ള 100ഓളം കിറ്റുകൾ സുരേഷ് ഗോപി എത്തിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ആശാവർക്കർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വിശദീകരിച്ചിരുന്നു. കേരളത്തിലുള്ള എല്ലാ കുടിശ്ശികയും നൽകിയെന്നും കേന്ദ്ര വിഹിതത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. ഇതോടെ കേരളമാണോ കേന്ദ്രമാണോ സത്യം പറയുന്നതെന്ന സംശയവും ശക്തമായി. കേന്ദ്രം നൽകാനുള്ള വിഹിതം നൽകിയിട്ടുണ്ട്. എന്നാൽ പണം വിനിയോഗിച്ചതിനുള്ള വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ല. ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളിൽ അവർക്ക് പങ്കുണ്ടെന്നും നദ്ദ അഭിപ്രായപ്പെട്ടിരുന്നു. രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MPയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന. CPIയുടെ നേതാവാണ് സന്തോഷ് കുമാർ. നേരത്തെ BJP പ്രതിനിധിയും ഈ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. പിന്നാലെ ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയും ആശമാർക്ക് ആശ്വാസം നൽകുന്നതാണ്. രാജ്യത്തുടനീളമുള്ള ആശമാർക്ക് തിരുവനന്തപുരത്തിന്റെ സമരം ഗുണകരമായി മാറുമെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. ആശാവർക്കർമാരുടെ വേതനം ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതായിരുന്നു സന്തോഷ് കുമാർ MP ചോദിച്ചത്. ഇതിന് മറുപടിയായി NHM യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നുവെന്നും ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംസ്ഥാനത്ത് നിന്നുള്ള UDF MPമാർ പാർലമെന്റിന് പുറത്തും പ്രതിഷേധിച്ചിരുന്നു. ആശാവർക്കർമാരുടെ ശമ്പളം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, ആശാവർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം.